നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളി മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായി. വയനാട് പൊഴുതന സ്വദേശിയായ ജംഷീർ അലിയാണ് ഹാഷിഷ് ഓയിലുമായി പിടിയിലായത്. ചെറിയ കുപ്പികളിലാക്കി കളിപ്പാവകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ലഹരി ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. തമിഴ്നാട്ടിലെ കോടനാട് എസ്റ്റേറ്റിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെ കൊന്നു കെട്ടിത്തൂക്കി കവർച്ച നടത്തിയെന്ന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നയാളാണ് ഇപ്പോൾ പിടിയിലായ ജംഷീർ. കൊലപാതകം, പോക്സോ, ലഹരിക്കടത്ത, കവർച്ച, അടിപിടി. വയനാട്ടിലെയും തമിഴ്നാട്ടിലെയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസിലും ജംഷീർ അലിക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ വയനാട് പെരിങ്കോട് സ്വദേശി ജംഷീർ അലിയെ കാപ്പ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജയിലിലടയ്ക്കുകയും നാടുകടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മാനന്തവാടി കൊയിലേരിയിൽ നിന്നാണ് ജംഷീർ അലിയെ മാനന്തവാടി പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇയാൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് 54 ഗ്രാം ഹാഷിഷ് ഓയിലും പോലീസ് കണ്ടെത്തി. ചെറിയ കുപ്പികളിലാക്കി കളിപ്പാവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. പ്രതി സഞ്ചരിച്ചിരുന്ന കാറിൽ വിശദമായ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. വൈത്തിരി, മേപ്പാടി, കേണിച്ചിറ, കൽപ്പറ്റ, പടിഞ്ഞാറത്തറ, വെള്ളമുണ്ട, തമിഴ്നാട്ടിലെ ഷോളൂർ മട്ടം, കൂനൂർ പോലീസ് സ്റ്റേഷനുകളിലും എക്സൈസിലുമാണ് ജംഷീർ അലിക്കെതിരെ കേസുകളുള്ളത്. തമിഴ്നാട്ടിലെ കോടനാട് എസ്റ്റേറ്റിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കി കവർച്ച നടത്തിയെന്ന കേസിൽ ഇയാൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജംഷീർ അലിയുടെ പെൺസുഹൃത്താണ് 4 മാസം മുമ്പ് വള്ളിയൂർക്കാവിനടുത്തുള്ള ക്വാർട്ടേഴ്സിൽ മുറിയെടുത്തത്. ഇരുവരും ഒരുമിച്ച് ഇവിടെ താമസിച്ചു വരികയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.